അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാണ്ട നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് ഒരുത്തി ഇരുന്ന് കഴിക്കുന്ന സാധനം കണ്ടോ, ചോക്കോബാർ. അപ്പോൾ രാവിലെ ഗിഫ്റ്റ് കിട്ടിയതാണ്, ഞങ്ങളുടെ കുഞ്ഞമ്മ മേടിച്ചുകൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ ആഷ്മിക്കും കൊടുത്തിട്ടുണ്ട്, ലച്ചുനും കൊടുത്തിട്ടുണ്ട്. കിട്ടിയ പാതി കിട്ടാത്ത പാതി ലച്ചു അന്നേരം അങ്ങ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇച്ചിരി എനിക്ക് തന്നിട്ടുണ്ട്. ആഷ്മി അതുകൊണ്ടൊന്ന് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് കേട്ടോ, ഉച്ചയാകുമ്പോൾ വെയിലൊക്കെ ആകുമ്പോൾ കഴിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ചോക്കോബാറിന് 25 രൂപയാണ് എന്ത് ചേച്ചി മേടിച്ചുകൊണ്ട് വന്നപ്പം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വൈകുന്നേരം പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റിൻ്റെ ചോക്കോബാർ ഐസ്ക്രീമൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അതും പ്രകാരം ഞാനും പോയി മേടിച്ചു. അങ്ങനെ ഞാൻ 3 എണ്ണം ഉള്ളായിരുന്നു. ആ 3 എണ്ണം മേടിച്ച് പിന്നെ വേറെ ഞങ്ങൾ 4 പേരില്ല, അപ്പം വേറെ ഐസ്ക്രീമും കൂടെ മേടിച്ചിട്ട് പൈസ നോക്കുമ്പോൾ ഇതൊരെണ്ണത്തിന് 45 രൂപ. അപ്പോൾ എന്ത് ചേച്ചി കേട്ടതിൻ്റെ കുഴപ്പം, 45 എന്ന് പറഞ്ഞത് 25 എന്ന് കേട്ടതാണ്. ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര ലാഭമാണെന്നല്ലോ 25 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. എന്തായാലും മേടിച്ച് കവറിലിട്ട് പോയില്ലേ. അപ്പോൾ പിന്നെ അതിങ്ങനെ കൊണ്ടുവന്ന് കഴിക്കുകയും ചെയ്തു. ഇന്ദു ചേച്ചി മാസത്തിൽ ഒരിക്കലും കാശ് കൊടുക്കുന്നത്, അതുകൊണ്ട് അവിടെ എഴുതിയിടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ കൊടുക്കുമ്പോഴല്ലേ തിരക്കത്തുള്ളൂ, അതിൻ്റെ മിസ്റ്റേക്ക് പറ്റിപ്പോയി. അങ്ങനെ കുറച്ച് പൈസ അങ്ങ് പോയി കിട്ടും. അപ്പം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പുഴുക്കായിരുന്നു ഉണ്ടാക്കിയത്. അപ്പം ചീനിയും ചേമ്പും ഏത്തക്കായും ഒക്കെ ഇട്ട്, അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് ഞങ്ങൾ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയൂണ് പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇവിടെ കുറേ വെണ്ടയ്ക്ക നിൽപ്പുണ്ട് കേട്ടോ. ഈ വെണ്ടയെന്ന് പറയുന്ന സാധനം ചുമ്മാ കാട് പോലെ അങ്ങ് വളരും. അതിൻ്റെ കോല് പോലെ പോയേക്കുന്നുണ്ടോ, വലിയ പാടാ പിച്ചാൻ, പെട്ടെന്ന് മുറ്റിപ്പോവുകയും ചെയ്യും കേട്ടോ. കുറേ ഉണ്ട്. അപ്പോൾ മെഴുക്ക് വരട്ടി അങ്ങ് ഉപ്പാട് വന്ന്. എന്തായാലും കുറച്ച് പിച്ച് വെച്ചിട്ടുണ്ട്, മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ച്. പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ട സമയത്തൊക്കെ ഇതൊക്കെ അങ്ങ് ചിലവാകും കേട്ടോ. ഒരു ചമ്മന്തി, ഒരു മെഴുക്ക് വരട്ടി, ഒരു മുട്ട പൊരിച്ചത്. ഈ ചമ്മന്തിയുടെ ഒക്കെ കൂടെ ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടൊക്കെ നല്ല ടേസ്റ്റല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് ഒരാഴ്ചയായിട്ട് സ്കൂളില്ലാത്തതുകൊണ്ട് ഈ വെണ്ടയൊക്കെ അതുപോലെ നിൽക്കുക കേട്ടോ. അല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ കഴിക്കാൻ വലിയ പാടാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉണ്ട്. റേഷൻ കട അവധിയല്ല, അപ്പം എല്ലാവരും ഉണ്ട്. രാവിലെ ഒരു അമ്പലത്തിൽ പോക്ക് പ്ലാൻ ചെയ്തതായിരുന്നു, എല്ലാവരും ഇവിടെ നടന്നൊക്കെ പോകാമെന്നും പറഞ്ഞ്. അപ്പോൾ പിന്നെ വിചാരിച്ചു ചൊവ്വാഴ്ച കൂട്ടിൻ്റെ അവധിയല്ലേ, അപ്പോൾ അന്ന് എല്ലാവർക്കും കൂടെ പോകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഏതാണ്ട് ആഷ്മിയുടെ കയ്യിൽ ഇന്ദു ചേച്ചി കൊടുത്ത് വിട്ടത് ബീട്രൂട്ടും പിന്നെന്തുവാ ചേനയെല്ലാം കൂടെ കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ കുറേ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് കൊടുത്ത് വിട്ടതാണ് കേട്ടോ. അപ്പോൾ ചേനയൊക്കെ മെഴുക്ക് വെട്ടാനൊക്കെ നല്ലതല്ലേ. അപ്പം അവളുമാർ ബീട്രൂട്ട് തന്നെയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ബീട്രൂട്ടൊക്കെ കാശ് കൊടുത്ത് മേടിക്കും. കാശ് കൊടുക്കാതെ കിട്ടത്തില്ലല്ലോ, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സെപ്പറേറ്റ് മേടിക്കും. പണ്ട് പച്ചക്കറി കിറ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് മേടിക്കുമെന്ന് ഉദ്ദേശിച്ചു കേട്ടോ. അപ്പോൾ എന്നാണ്ട് മങ്കട ഞാൻ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് വെട്ടി കണ്ടിച്ച് കഴുകി വെച്ചത്. ഇതിനിടയ്ക്ക് നാസർമാമനെ നമുക്ക് മീനും കൊണ്ടുവന്നപ്പോഴത്തേക്കിനും മങ്കട എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മങ്കട ഞാനങ്ങ് കറി വെച്ചു കേട്ടോ, മുളക് കറി വെച്ചു. പിന്നെന്തെങ്കിലും ഒരു ഒഴിച്ചുകൂട്ടാനും കൂടെ ഉണ്ടോ. വെണ്ടയ്ക്കൊന്നും എടുക്കുമെന്നൊന്നുമില്ല, വെണ്ടയ്ക്കൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ രാവിലത്തെ പ്ലാനെന്ന് പറഞ്ഞാൽ ഒരിച്ചിരി മുരിങ്ങയിലെടുത്ത് തോരൻ വയ്ക്കാനായിരുന്നു പ്ലാന്. അപ്പം മുരിങ്ങയില അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലാനങ്ങ് മാറ്റി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില തോരൻ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കത്തില്ല. അതേസമയം അവർക്ക് മുരിങ്ങയില കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചൊക്കെ അവരെ വയറ്റിൽ ചെല്ലുമല്ലോ എന്ന് വിചാരിച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്നാണ്ട് ആഷ്മി ഉച്ചയപ്പോൾ ഐസ്ക്രീം എടുത്ത് കഴിക്കണം കേട്ടോ. എനിക്കും തന്നിട്ടുണ്ട്. ഈ ഐസ്ക്രീം കാണുമ്പോൾ കൊതിയാവുന്നു. ഇത് 25 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? ഞാനല്ലാതെ വേറെ ഏതെങ്കിലും കുട്ടികൾ വിശ്വസിക്കുമോ? 25 രൂപയെന്ന് കേട്ടപ്പോഴത്തേക്കും കേട്ടത് അത് കേൾക്കാത്തത് ഓടിപ്പോയേക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മങ്കടക്കൂട്ടാനൊക്കെ റെഡി കേട്ടോ, പറ്റിച്ചെടുത്തതേ. പിന്നെ രാവിലെ പുഴുക്കിനുണ്ടാക്കിയത് ഉണക്കമീനായിരുന്നേ, ഉണക്കമീൻ വറുത്തതും പിന്നെ പുഴുക്കിൻ്റെ കൂടെ ഉണ്ടാക്കിയ മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു. ഇതൊക്കെ മതി ചോറ് ഇറങ്ങാൻ. ഇനിയിപ്പം അതൊക്കെ മെഴുക്കിട്ട് ആര് കിട്ടാൻ. അപ്പം നല്ല അമ്മ പിന്നെ അവധി ദിവസങ്ങളിൽ പെരയ്ക്കകത്തോട്ട് കയറുന്നത് വല്ലതും കഴിക്കാനും വെള്ളം കുടിക്കാനും, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാനും മാത്രം കേട്ടോ. ബാക്കി ഫുൾ ടൈം പുറത്താണ്. തൂപ്പ്, വാരൽ, തീകത്തീര്, ചെടിനടിയിൽ ഏതാണ്ട് അമ്മ നിൽക്കുന്ന ദിവസമേ ഉള്ളൂ ഇങ്ങനെ പരിസരമൊക്കെ ഇത്രയും വീറും വൃത്തിയായിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കവറിനകത്ത് ഈ ചെടികളെല്ലാം മാറ്റി എന്തോ ഈ ഏത്തക്ക ഒടിച്ച് മാറ്റി കൊണ്ടുവന്ന് നടുക കേട്ടോ. അപ്പം നല്ല സമയം കഴിഞ്ഞു ചോറ് കൊടുക്കുന്നത്. അതിന് വന്ന് പാത്രത്തിൻ്റെ മുന്നേ കാവലിരിക്കുകയാണ് അമ്മയും മോളാന്നോ മോനാന്നോ അത് നിൽക്കി നോക്കാൻ വയ്യ. വെള്ളയ്ക്കും വിശക്കുന്നുണ്ട്, ചോറ് കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് പാർട്ടിക്കാരുടെ വക ഊട്ടുപിടുത്തം. ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ വരും, അടുത്ത ആൾ പോകുമ്പോൾ അടുത്ത ആൾ വരും. ഒന്നും പറയണ്ട, ഞായറാഴ്ചയല്ലേ. വീട്ടിലെന്തായാലും ആളും പേരും ഒക്കെ ഉണ്ട്. ഈ ഓട്ടൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ആരെങ്കിലുമൊക്കെ വന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പം എന്നാണ്ട് വന്ന് ഓട്ടൊക്കെ ചോദിച്ചും പോയി. എല്ലാവർക്കും ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 3 പേർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 പേരെ നിരാശപ്പെടുത്തില്ല, എല്ലാവർക്കും കൊടുക്കും. അപ്പം എന്നാണ്ട് ആഷ്മി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം ആഷ്മിയുടെ മുടി ഉണങ്ങിയപ്പോഴത്തേക്കിനും നമ്മുടെ ലച്ചു 2 വശവും പിന്നി കെട്ടി വെച്ച് കൊടുക്കുക കേട്ടോ.
അമ്മയുടെ ചെടി നടിയിലൊന്നും മണിക്കൂർ 4 കഴിഞ്ഞിട്ടും തീർന്നില്ല. ഇതിനെ അപ്പം തീരാതാണ്. എനിക്കാണെങ്കിൽ ഈ ചെടികളെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പൂവും കായും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ചെടികളൊക്കെ തന്നെ എനിക്കിങ്ങനെ മെനക്കെടാൻ വയ്യ കേട്ടോ. പിന്നെ ഉണക്കൊക്കെ ആകുമ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ നടാനോ എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ആഷ്മി കൊണ്ടാണ് കളിക്കാൻ പോവുക കേട്ടോ. അത് കഴിഞ്ഞ് അയ്യേ തീണ്ടി ലച്ച് എന്നെ കാണിച്ചു വെച്ച് ഇതിൻ്റെ ഇടയ്ക്കേട്ടാ ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. ഞാൻ ഒരു വശം ഒന്ന് കെട്ടിത്താടി എന്ന് പറഞ്ഞപ്പോൾ ആഷ്മിയുടെ മുടി കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഒരു വശം ഒന്ന് കെട്ടിത്താടി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് 2 വശം കെട്ടി വെച്ചേക്കുന്നത്. അതെടുത്തങ്ങ് വീഡിയോ ആഞ്ഞപ്പാട് അങ്ങനെ കെട്ടി കൊള്ളാം. ഒരു കൊച്ചിനെ പോലൊക്കെ ഇരിക്കുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ 12 മണി 1 മണിയൊക്കെ ആയി. ലച്ചു ആഷീനിടയ്ക്ക് അപ്പുറത്തെ കാത്തൂൻ്റെ അവിടോട്ടല്ല അയ്യത്തോട്ട് കളിക്കാൻ പോയിട്ടുണ്ടേ. അപ്പം മുരിങ്ങയിലയൊക്കെ കടുക് വറുത്ത് മുരിങ്ങയിലയൊക്കെ വാട്ടി നേരത്തെ അരച്ചൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മുരിങ്ങയില ഒരു കറിയാക്കി മീൻ കൂട്ടാനും ഒക്കെ ആയിട്ട് വെച്ച് അത്യാവശ്യം ജോലികളൊക്കെ കഴിച്ച് വിട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പിന്നെ മിക്കുവിനുമൊക്കെ ചോറും മീനും ഒക്കെ ആക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട് ചോറ് കേട്ടോ. പാവങ്ങൾ വിശന്നിരിക്കുകയായിരുന്നു. അതാണ്ട് ഇതിനിടയ്ക്ക് മിക്കു കൂട് ചാടി ഇറങ്ങിയിട്ടുണ്ട്, ജയിലിൽ ചാടി ഇറങ്ങിയിട്ടുണ്ട് പൂച്ച. ആ തള്ളപ്പൂച്ച കയറി ഒരു പിടി പിടിച്ചു കേട്ടോ. ഞാൻ പേടിച്ചു പോയി. ഇനി എങ്ങാനും കടിച്ച് കയറുന്നുണ്ട. മിക്കുവിനെ കണ്ടുകൊണ്ട് കൊച്ചുപൂച്ച കയറിയുണ്ട് പ്ലാവിൻ്റെ മണ്ടയ്ക്ക് വിളിച്ചിരിക്കുക കേട്ടോ. മിക്കുവിനെയും പിങ്കുവിനെയും പപ്പിയൊക്കെ പേടി കേട്ടോ. റോക്കി ഒരു പുല്ല് വില. ഇതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മിക്കുവും ബെല്ലയും തമ്മിൽ ഭയങ്കര സ്നേഹപ്രകടനം. 2 മാസമൊക്കെ മുന്നേ കടിച്ച് പറിച്ച് നാശമാക്കി ഇട്ടവള. രണ്ടിൻ്റെയും കൂടെ സ്നേഹം കണ്ടോ ഇപ്പോൾ. എന്തോ പറയാനാന്ന് പറ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം. അടുത്തൊരു വീട്ടും മറ്റന്നാൾ